ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. തെറ്റായ മെഷർമെൻറ്റുകൾ നമ്മുടെ വീടിൻ്റെ ഇൻറ്റീരിയറിനെ സാരമായിട്ട് ബാധിച്ചേക്കാം. എല്ലാവർക്കും തോന്നുന്നത് ഒരു നിസ്സാര കാര്യമാണ്, പക്ഷേ അത് നിസ്സാര കാര്യമല്ല. നമ്മളൊരു പുതിയതായിട്ടൊരു ഫർണിച്ചർ വാങ്ങുമ്പോൾ നമ്മൾ എങ്ങനെയാണ് അതിൻ്റെ അളവെടുക്കുന്നത്? ഈ അളവെടുക്കുമ്പോൾ നമ്മൾ സോഫ മേടിക്കുമ്പോൾ അതിന് ഈ റൂമിലേക്ക് കറക്റ്റായിട്ട് ഫിറ്റ് ആകുന്നുണ്ടോ എന്ന് എങ്ങനെ മെഷർമെൻറ്റ് എടുക്കുക എന്നുള്ളത് നമുക്ക് ഈ വീഡിയോയിലൂടെ ഒന്ന് നോക്കാം. ആദ്യമായിട്ട് നമ്മൾ റൂമിൻ്റെ മെഷർമെൻറ്റ് എടുക്കുമ്പോൾ തന്നെ നമ്മൾ എല്ലാ സൈഡിൽ നിന്നും എടുക്കണം. അതായത് ഒരു 3 സ്ഥലങ്ങളിൽ നിന്നിട്ട് വേണം മെഷർമെൻ്റ് എടുക്കാനായിട്ട്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റൂമിൻ്റെ ഇപ്പോൾ 3 ഭാഗങ്ങളും ഈക്വൽ ആവണമെന്നില്ല. അപ്പോൾ അതിൽ ചെറിയ ചെറിയ 1 സെൻറ്റിമീറ്ററിൻ്റെ 2 സെൻറ്റിമീറ്ററിൻ്റെ വേരിയേഷൻ വന്നു കഴിഞ്ഞാൽ തന്നെ അത് ടോട്ടൽ ഇൻറ്റീരിയറിനെ സാരമായിട്ട് ബാധിക്കും. അതായത് ഫീൽ ബാഡായിട്ട് നമുക്ക് തോന്നും. പിന്നെ രണ്ടാമതായിട്ട് നമ്മൾ ഡോറുകൾ ഓപ്പണിങ് വരുന്ന ഭാഗങ്ങൾ ക്ലിയർ ആയിട്ട് വരച്ച് നോട്ട് ചെയ്തിട്ട് വേണം നമ്മൾ മെഷർ ചെയ്യാനായിട്ട്. കാരണം ഇല്ലെങ്കിൽ ഒരു സോഫ വാങ്ങിയിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു ഡോറിൻ്റെ ഫ്രണ്ടിലേക്കോ അതിൻ്റെ ഒരു ഭാഗം നിൽക്കുക വെച്ചിട്ടുണ്ടെങ്കിൽ അത് കാണാനുള്ളൊരു ബുദ്ധിമുട്ടും വരും. അതുപോലെ നമ്മുടെ ആക്സസിബിലിറ്റി നമുക്ക് ട്രാഫിക്കിനെയൊക്കെ സാരമായിട്ട് ബാധിക്കുന്ന രീതിയിലൊക്കെ വരും. അപ്പോൾ അതുകൊണ്ട് നിങ്ങളിനി അടുത്തൊരു സോഫയോ പുതിയ എന്തെങ്കിലും ഒരു ഫർണിച്ചർ മേടിക്കാൻ പോവുകയോ അല്ലെങ്കിൽ പണിയാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മെഷർമെൻറ്റ് ചെക്ക് ചെയ്യാം. മെഷർമെൻറ്റ് ചെക്ക് ചെയ്യുന്നതിനുള്ള ഒരു ചെക്ക് ലിസ്റ്റ് ഞാൻ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അയച്ചു തരാം. ഇതിന് താഴെ കമൻ്റായിട്ട് ചെക്ക് ലിസ്റ്റ് എനിക്കൊന്ന് ഡയറക്റ്റ് മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് ഈ ചെക്ക് ലിസ്റ്റ് PDF ഫ്രീ ആയിട്ട് അയച്ചു തരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഓക്കെ. ചെറിയ വീഡിയോ കണ്ടതിന് നന്ദി. ബൈ.